നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. വഴിമാറിയ പ്രണയം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. മഴ നനഞ്ഞ ജലച്ചില്ലുകൾ വിരൽ കൊണ്ട് വരകൾ വരയ്ക്കുകയായിരുന്നു ആനി. അവളുടെ മുന്നിൽ 6 മാസം പ്രായമായ കുഞ്ഞുറങ്ങിക്കിടക്കുന്നു. ചെറുതായി ശ്വാസമെടുക്കുന്ന ശബ്ദം പോലും അവളുടെ മനസ്സിന് ഒരു ആശ്വാസം പോലെ തോന്നി. ആനി പഠിച്ചിരുന്ന കോളേജിൽ തന്നെയാണ് മനോജ് നമ്പ്യാർ പഠിച്ചത്. വർഷങ്ങളായുള്ള സൗഹൃദം. പഠിക്കാൻ സമർത്ഥരായിരുന്നു അവർ രണ്ടുപേരും. MBBSും MDയും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. സൗഹൃദം പിന്നെ പ്രണയമായി മാറി. ഒരിക്കലും മതം ഒരു പ്രശ്നമാകില്ല, മനുഷ്യരാണ് പ്രധാനമെന്ന് മനോജ് പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് ആനി വീട്ടുകാരെ എതിർത്ത് അവനെ വിവാഹം ചെയ്തു. ആദ്യകാലത്തെല്ലാം സ്വപ്നം പോലെ തന്നെ നടന്നു. പക്ഷേ കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. കുഞ്ഞിനെ കാണാനായി ഒരു ദിവസം മനോജിൻ്റെ വീട്ടുകാർ അവർ താമസിക്കുന്നിടത്തേക്ക് എത്തി. കുഞ്ഞിൻ്റെ പേരിടലിന് മുമ്പ് ആനിയും മതം മാറണം. മനോജിൻ്റെ അമ്മയുടെ ശബ്ദം കടുപ്പമായിരുന്നു. കേട്ടുനിന്ന ആനി പതിയെ ഒന്ന് ചിരി വരുത്താൻ ശ്രമിച്ചു. പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. എത്രയും വേഗം വേണം. ക്ഷേത്രത്തിലെ പൂജാരിയോട് അതിനുവേണ്ട ഏർപ്പാട് ചെയ്യണം. അത് മകനോടുള്ള ഒരു നിർദ്ദേശമായിരുന്നില്ല, താക്കീത് പോലെയായിരുന്നു. മനോജ് നിശബ്ദനായി. ബെഡ്റൂമിലെത്തിയപ്പോൾ മനോജ് വിഷമത്തോടെ പറഞ്ഞു, നിനക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലെ രീതികൾ. ആനി അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കുക മാത്രം ചെയ്തു. അവളൊന്നും മിണ്ടാതെ കസേരയിൽ കുനിഞ്ഞിരുന്നു. രാത്രി നീണ്ടുപോയിക്കൊണ്ടിരുന്നു. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആനി മനസ്സിൽ ചോദിച്ചു, പ്രണയം മതത്തേക്കാൾ വലിയതാണെന്ന് അന്ന് മനോജ് തന്നോട് പറഞ്ഞത് സത്യമായിരുന്നില്ലേ? പതിയെ മനോജ് സ്നേഹപൂർവ്വം ആനിയുടെ അടുത്തേക്ക് വന്നു. അവൾ ഒന്നും മിണ്ടാതെ കുഞ്ഞിനെയും എടുത്ത് റൂമിന് പുറത്തിറങ്ങി. അവളുടെ പെരുമാറ്റത്തിലെ മാറ്റം മനോജിനെ വിഷമിപ്പിച്ചു. കുഞ്ഞിന് കുറുക്കു കൊടുക്കുവാനുള്ള തിരക്ക് കാണിച്ച് അടുക്കളയിൽ തന്നെ അവൾ നിന്നു. വളരെ വൈകി ബെഡ്റൂമിൽ വന്നപ്പോഴേക്കും മനോജ് ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. രാത്രി വീട് ശാന്തമായിരുന്നു. മനസ്സിൽ അവൾ ഒരു തീരുമാനമെടുത്തിരുന്നു. ഉറച്ച കാലടികളോടെ മനോജിൻ്റെ മുന്നിൽ അവൾ വന്നു നിന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചത് മനുഷ്യനായിട്ടാണ്, ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടല്ല. അവളുടെ ശബ്ദം ചെറിയ വിറയൽ തോന്നിച്ചു. എൻ്റെ വിശ്വാസം മാറ്റാൻ എനിക്ക് കഴിയില്ല, പക്ഷേ നിന്നെ വിട്ടുപോകാനും ഞാൻ തയ്യാറല്ല. നിനക്കെന്നെ എൻ്റെ പോലെ തന്നെ സ്വീകരിക്കാൻ പറ്റുമോ? ആ വാക്ക് അവൾ പൂർത്തിയാക്കാതെ നിന്നു. മനോജ് തല താഴ്ത്തി. ആ നിമിഷം അവൻ്റെ ഉള്ളിൽ 2 ലോകങ്ങൾ ഏറ്റുമുട്ടി. ഒരു വശത്ത് കുടുംബം, പാരമ്പര്യം, മറ്റു വശത്ത് അവൻ്റെ പ്രണയിനി. ആനി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇവൾ നമ്മുടെ കുഞ്ഞാണോ, അതോ ഈ വീടിൻ്റെ ഒരു ചിഹ്നമോ? നമ്മുടെ കുഞ്ഞിനൊരു മതമല്ല, ഒരു നല്ല മനസ്സാണ് വേണ്ടത്. നേരം വെളുത്തപ്പോൾ വീടും ശാന്തമായിട്ടും നിശബ്ദമായിട്ടും തോന്നിച്ചു. പക്ഷേ ആ നിശബ്ദത ഒരു ചുഴലിക്കാറ്റിനു മുന്നുള്ള നിശബ്ദതയായിരുന്നു. മനോജിൻ്റെ അമ്മ ആനിയോട് രാവിലെ സംസാരിച്ചതേയില്ല. വീട്ടിൽ വന്നിരുന്ന മറ്റു ബന്ധുക്കൾ അവളെ ഒഴിവാക്കിക്കൊണ്ട് പെരുമാറി. കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് തീരുമാനിച്ചു. ആനിയോട് ആരും ഒന്നും ചോദിച്ചില്ല. അവൾ അറിയാതെ കുഞ്ഞിനൊരു പേര് പോലും അവർ ഉറപ്പിച്ചു കഴിഞ്ഞു, വിഷ്ണുനാഥ്. തീയതി നിശ്ചയിച്ച് വീട്ടുകാർ പോയി. ആ രാത്രി മനോജ് മുറിയിലെത്തിയപ്പോൾ ആനിയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. ഇവിടെ നടക്കുന്നതൊന്നും നീ കാണുന്നില്ലേ? അവളുടെ ശബ്ദം പൊട്ടിപ്പോയി. നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പോലും എനിക്കൊരവകാശവുമില്ലാത്ത പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. മനോജ് മിണ്ടാതെ നിന്നു. അവൻ്റെ നിശബ്ദത ആനിക്കൊരു വേദനയായി. പിറ്റേന്ന് മനോജ് ജോലിക്ക് പോയപ്പോൾ ആനി തൻ്റെ ബാഗ് പാക്ക് ചെയ്തു. കുഞ്ഞിനെ എടുത്തു. വീട്ടുവാതിൽ തുറക്കുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു. അവൾ ഒന്ന് പിന്നോട്ട് നോക്കി, ഒരു ദീർഘനിശ്വാസം വിട്ടു. പിന്നെ ടാക്സിയിൽ കയറി സ്വന്തം വീട്ടിലേക്ക് പോയി. വൈകുന്നേരം മനോജ് വീട്ടിലെത്തിയപ്പോൾ വീട് ശൂന്യം. ആനിയും കുഞ്ഞുമില്ല. ആ നിമിഷം അവൻ ആദ്യമായി ഭയന്നു. ആനിയുടെ ഫോൺ ഓഫാണ്. അവളുടെ പപ്പയെ ഫോണിൽ വിളിച്ചപ്പോൾ വളരെ ശാന്തമായി അദ്ദേഹം പറഞ്ഞു, അവൾ ഇവിടെ സുരക്ഷിതയാണ്. ആ രാത്രി മനോജിന് ഉറങ്ങാനായില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൻ നേരം വെളുപ്പിച്ചു. അവൻ സ്വയം മനസ്സിനോട് ചോദിച്ചു, ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തുന്നത്? ഒരു വിശ്വാസമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതമോ? പിറ്റേന്ന് രാവിലെ തന്നെ മനോജ് ആനിയുടെ വീട്ടിലേക്ക് പോയി. വാതിൽ തുറന്ന് ആനിയുടെ പപ്പയായിരുന്നു.
സോഫയിൽ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് ആനി ഇരിക്കുന്നു. മനോജിനെ കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിയടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആനി, എന്ത് പണിയാ കാണിച്ചത്? മനോജ് വിതുമ്പലോട് അവളെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു. വീട്ടുകാരുടെ നിർബന്ധത്തിൽ ഞാൻ ഒരു നിമിഷം കുടുങ്ങിപ്പോയി. പക്ഷേ ഒരു നിമിഷം നിന്നെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനൊരർത്ഥവുമില്ല. ആനി ശാന്തമായി ചോദിച്ചു. എന്നെയും കുഞ്ഞിനെയും നിനക്ക് കളയാൻ പറ്റുമോ? ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മനോജ് ആനിയെയും കുഞ്ഞിനെയും വീണ്ടും തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പ്രണയം ഒരിക്കലും ഒരാളെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല. ഒരാളെ മനസ്സിലാക്കാനും നിരുപാധികം സ്നേഹിക്കാനും വേണ്ടിയുള്ളതാണ്. ഈ സത്യം ഞാൻ മനസ്സിലാക്കി. പരിസരം മറന്നുള്ള അവരുടെ സ്നേഹം കണ്ട് നിന്ന ആനിയുടെ മാതാപിതാക്കൾ പലവിധ വികാരങ്ങൾ ഉള്ളിലൊതുക്കി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. കഥ ഇഷ്ടമായോ?